അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മുത്ത ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യത്തിൻ്റെ സൽവഴിയുടെ അന്തസ്സിൻ്റെ ഓജസ്സിൻ്റെ തേജസ്സിൻ്റെ വിജ്ഞാനത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പരിഷ്കാരത്തിൻ്റെ മതമാകുന്ന പരിശുദ്ധ ഇസ്ലാമിൻ്റെ അവസാനത്തെ പ്രവാചകൻ, ലോകത്തിൻ്റെ കാരണക്കാരൻ, ലോകത്തിൻ്റെ നിലനിൽപ്പിൻ്റെ കാരണക്കാരൻ, വെയിൻ വാർ വുമൻ എന്ന 3 W കൊണ്ട് ജീവിതം തുടങ്ങിയിരുന്ന ജനങ്ങളെ സംസ്കാരത്തിൻ്റെ പാതയിലേക്ക് എത്തിച്ച മഹാന്നതായ നേതാവ്, തുല്യതയില്ലാത്തൊരു നേതാവ്. ആ നേതാവിനെ പുകഴ്ത്താൻ 1000 നാവുകളാണ്. ആ നേതാവിനെ മദ്ഹ് പറയാൻ എത്രയെത്ര മനുഷ്യരാണ്. പറഞ്ഞാലും തീരാത്ത മദ്ഹുകൾ. ഒരാളുടെ ജനനം മുതൽ മരണം വരെ ഒരാളെക്കുറിച്ച് പറയാൻ കഴിയൂ. പക്ഷേ മുത്ത് ഹബീബിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ തീരൂല. ബർത്ത് ഡേറ്റ് മുതൽ ഡെത്ത് ഡേറ്റ് വരെ അല്ല, ലോകത്തിൻ്റെ ഉത്ഭവം മുതൽ അവസാനം വരെ. എന്നാലും തീരാത്ത അത്ഭുതങ്ങളാണ് മുത്ത് ഹബീബിനെ കുറിച്ച് പറയാനുള്ളത്. നമ്പർ 1, ദി പെർഫെക്റ്റ് മാൻ. എല്ലാ നിലയിലും ഒരു മനുഷ്യൻ, എല്ലാ നിലയിലും മനുഷ്യത്വത്തിൻ്റെ എല്ലാമുള്ള, ഒരുവിധ അംഗവൈകല്യങ്ങളുമില്ലാതെ സുന്ദരനായ, സുമുഖനായ, ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യമായ ശംസും ഖമറും, ഈ ലോകത്ത് അല്ലാഹു സൃഷ്ടിച്ച എല്ലാറ്റിനേക്കാളും ഏറ്റവും സൗന്ദര്യദാതാവായ മുത്ത് ഹബീബ് റസൂലുള്ളാഹി. ഇലക്ട്രറ്റ് ആൻഡ് ഇഗ്നറൻ്റ്, എഴുത്തും വായനയും നമ്മളൊക്കെ പഠിച്ചതുപോലെ പഠിക്കാതിരുന്നിട്ട് പോലും ലോകത്തിൻ്റെ ഉദ്ധാന പതനവും ജയാപജയവും കയറ്റിറക്കങ്ങളും ലോകത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ മനസ്സിലാക്കി തന്ന ഒരു മഹോന്നതനായൊരു നേതാവ്. ആ നേതാവിൻ്റെ ജന്മദിനം വരുമ്പോൾ പുകഴ്ത്താനെത്ര വാക്കുകളാണ്, പറയാനെത്ര സംസാരങ്ങളാണ്, എത്രയെത്ര ചരിത്രങ്ങളാണ്. പറയാൻ എത്രയോ ഉണ്ട്. ആരെക്കൊണ്ടും കഴിയില്ല. പറഞ്ഞു തീർക്കാൻ ശ്രമിച്ചവരൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. എത്ര പറഞ്ഞാലും തീരില്ല. എല്ലാവരും അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കാലഘട്ടത്തിലെ, ഏത് കാലഘട്ടത്തിലെയും മഹോന്നതനായൊരു നേതാവാണ്. ആ നേതാവ് നമ്മുടെയൊക്കെ ഹൃദയത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ കാവൽക്കാരനാണ്. ഈ മാസം നമുക്ക് സ്വലാത്ത് ചെല്ലാം, ഒരുപാട് സ്വലാത്തുകൾ ചെല്ലാം. അക്തിർഫമക ബിസ്സലാത്തി അലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിൻ്റെ നാവ്, വായ എല്ലാം സുഗന്ധമാവട്ടെ, സ്വലാത്ത് ചൊല്ലിയിട്ട് സുഗന്ധമാവട്ടെ. അക്തിർഫമക ബിസ്സലാത്ത്. നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം റസൂലുള്ളാഹിൻ്റെ മദ്ഹുകൾ. അല്ലിമു ഔലാദക്കും മഹബ്ബത്ത് റസൂലില്ലാ. മുത്ത് ഹബീബിൻ്റെ മഹബ്ബത്ത് പഠിപ്പിച്ചു കൊടുക്കുക. കമൻറ്റുകളിൽ നിങ്ങൾ അടിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് സ്വലാത്തുകൾ നമ്മുടെ കൈവിരലിലൂടെയും നാവിലൂടെയും ഹൃദയത്തിലൂടെയും ചിന്തയിലൂടെയും സ്വലാത്തുകൾ പെരുക്കണം. ഒരുപാട് സ്വലാത്തുകൾ ചെല്ലണം. അവിടുത്തെ ജീവിത ശൈലിയെക്കുറിച്ച് പഠിക്കണം. പഠിച്ചാലല്ലേ ഒരാളെ സ്നേഹിക്കാൻ കഴിയൂ. പഠിക്കാതെ നമുക്ക് ആരെയാ സ്നേഹിക്കാൻ കഴിയുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നിൻ്റെ നേതാവാണ്, ഇന്നലെയുടെ നേതാവാണ്, നാളത്തെ നേതാവാണ്. അവിടത്തോട് തുല്യത വെക്കാൻ പറ്റിയ ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജനിച്ചിട്ടില്ല, ഈ ലോകത്ത് ജനിക്കാൻ കഴിയുകയുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൃഷ്ടിക്കാൻ അള്ളാഹു തീരുമാനിച്ചതാണ് ഈ ഭൂഖണ്ഡങ്ങളൊക്കെ, ഈ അണ്ടകടാഹങ്ങളൊക്കെ അള്ളാഹു സൃഷ്ടിച്ചത്. ആ മുത്ത് ഹബീബിൻ്റെ ചാരത്ത് ഞാൻ ചൊല്ലും ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ തായിഫിൽ നിന്ന് നേരെ മദീനത്തേക്ക് പോകും. മുത്ത് ഹബീബിൻ്റെ ചാരത്ത് മദീനത്ത് കൂടണം. എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യണം. ഹബീബ് അവിടെ കാണുന്നുണ്ട്. ഫസയറല്ലാഹു അമലക്കും വറസൂല. നിങ്ങൾ ചെയ്യുന്ന അമലുകളൊക്കെ അല്ലാഹു തആല കാണിച്ചു കൊടുക്കും. അല്ലാഹും റസൂലും കാണുന്നുണ്ട്. തുറലു അലയ്യ അഹ്മാലക്കും, നിങ്ങളെ അമലുകളൊക്കെ എനിക്ക് എടുത്ത് കാണിക്കപ്പെടും. തുഴറലു എന്ന് പറഞ്ഞാൽ സംപ്രേഷണം ചെയ്യുമെന്നാണ് മോഡേൺ അറബിക്ക് അർത്ഥം. തുഴറലു സംപ്രേഷണം ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെല്ലുന്ന സ്വലാത്തുകളൊക്കെ എനിക്ക് സംപ്രേഷണം ചെയ്തു, സ്വലാത്തുകളൊക്കെ എനിക്ക് എടുത്ത് കാണിക്കപ്പെടും. എന്നിട്ട് ഞാൻ അവർക്കും തിരിച്ച് സ്വലാത്ത് ചൊല്ലും, അവർക്കും റഹ്മത്ത് കൊണ്ട് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ
പ്രാർത്ഥിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, കൈഫ തുഅറദു അലയ്യ സലാത്തുന, ഞങ്ങളെ സ്വലാത്ത് എങ്ങനെയാ അങ്ങേക്ക് കാണാൻ പറ്റുക? ഒക്കത്ത് അറംത, തങ്ങൾ മരണപ്പെട്ടു ഒരുമ്പി പോവുകയില്ലേ? കാരണം വരും കാലഘട്ടത്തിൽ ഇതുപോലെ കീടനാശിനികൾ വരുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, നിങ്ങൾ നശിച്ചു പോകൂലേ? അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ, അംബിയാക്കളുടെ ശരീരം അള്ളാഹു ഭൂമിക്ക് ഹറാമാക്കിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ ഇവിടെ കിടക്കുകയാണ്, ജീവിച്ചിരിക്കുകയാണ്. നമ്മുടെ കൺമുന്നിലല്ലെന്ന് മാത്രം, എല്ലാം കാണുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാം അള്ളാഹു തആല കേൾപ്പിച്ചു കൊടുക്കുന്നുമുണ്ട്. ഹബീബിനെ സ്നേഹിക്കാൻ കഴിയണം, നാവ് കൊണ്ടല്ല, ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ നമുക്ക് സ്നേഹിക്കാൻ കഴിയണം. സ്നേഹിച്ചവരൊക്കെ വിജയിച്ചു, അവരൊക്കെ രക്ഷപ്പെട്ടു. സ്നേഹിച്ചവരെ സ്നേഹിക്കാനെങ്കിലും നമുക്ക് കഴിയണം. നമ്മൾ സ്നേഹിക്കുന്നത് ആരൊക്കെയാണ്? ഭൗതിക നേതാക്കളെ, രാഷ്ട്രീയ നേതാക്കളെ, അതുപോലെ തന്നെ മറ്റു പല ഭൗതിക സിനിമാ പ്രേമികളെ, സിനിമാ താരങ്ങളെ, അല്ലെങ്കിൽ ഫുട്ബോൾ താരങ്ങളെ, ക്രിക്കറ്റ് താരങ്ങളെ ഒക്കെയാണ് നമ്മുടെ ഹൃദയത്തിൽ സ്നേഹമെങ്കിൽ അവരൊന്നും നമ്മളെ അറിയില്ല. നമ്മളറിയുന്ന ഒരേ ഒരു നേതാവ് മുത്ത് ഹബീബ് റസൂലുള്ള. നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ത്വയ്ബ സൊല്യൂഷൻ തന്നെയാണ്. ത്വയ്ബ സൊല്യൂഷൻ അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരിഹാരമാർഗം. എന്തിനും ഏതിനും. ഹരീസും അലൈക്കും ബിൽ മുഅ്മിനീൻ, ഒരു മുഅ്മിനൊരു പ്രയാസം സംഭവിച്ചാൽ റൗള ഷരീഫിൽ കിടക്കുന്ന റസൂലുള്ളാഹിക്ക് സങ്കടമാണെന്ന് പറഞ്ഞത്, വിഷമമാണെന്ന് പറഞ്ഞത് വിശുദ്ധ ഖുർആനാണ്. ആ ഹബീബിനോടുള്ള മഹബത്ത് നമുക്ക് തുടങ്ങണം. ഇതൊരു യാത്ര മാത്രമാണ്, ചെറിയൊരു യാത്ര. ഹബീബിനോടുള്ള മഹബത്ത് പറഞ്ഞുകൊണ്ടുള്ളൊരു യാത്ര. നിങ്ങൾ കേൾക്കുമെന്ന വിശ്വാസത്തോടെ, നിങ്ങൾ ഷെയർ ചെയ്യുമെന്ന വിശ്വാസത്തോടെ, നിങ്ങൾ ലൈക്ക് ചെയ്യുമെന്ന വിശ്വാസത്തോടെ നമുക്ക് തുടങ്ങാം ഹബീബിനെക്കുറിച്ചുള്ള മദ്ഹ്. ശാസ്ത്ര സാഹിത്യകാരന്മാർ പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ട് റസൂലുള്ളാഹി തങ്ങളെക്കുറിച്ച്. മുഹമ്മദ് വാസ് നോട്ട് ഓൺലി എ പ്രൊഫറ്റ് ബട്ട് ആൾസോ ദി ഗ്രേറ്റസ്റ്റ് ഡോക്ടർ ഓഫ് ദി വേൾഡ്. മുഹമ്മദ് നബി ഒരു പ്രവാചകൻ മാത്രമല്ല, വേൾഡിലെ വലിയ ഡോക്ടറാണ്. അവിടുത്തെ എല്ലാമുണ്ട്. ഈ നാട്ടിൻ്റെ ഉത്ഥാന പതനവും ജയാപജയവും കയറ്റിറക്കങ്ങളും എല്ലാം അവിടെ നിന്ന് വിശദീകരിച്ചിട്ടുണ്ട്. നടന്നു പോയതും നടന്നുകൊണ്ടിരിക്കുന്നതും നടക്കാനിരിക്കുന്നതും അവിടെ നിന്ന് നമ്മെ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മെ നേർവഴിയിലേക്ക് നൽകിയ, ഹിദായത്തിൻ്റെ വെളിച്ചം നൽകിയ, നമ്മെ മനുഷ്യരാക്കി മാറ്റിയ ആ യഥാർത്ഥ മനീഷയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ മുസ്ലിമിന് കഴിയുമോ? ഓർക്കാതിരിക്കാൻ കഴിയുമോ? അന്ത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. തങ്ങളുടെ ഉമ്മയാണോ? അല്ല. ഉമ്മ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും കടമപ്പെട്ടാണ്. ഉമ്മ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മനസ്സിലൊരു ചെറിയ വെറുപ്പ് പോലും വന്നാൽ ആ മകൻ്റെ ജീവിതം തന്നെ വിഷമമാണ്. അങ്ങനത്തെ ഉമ്മയാണോ അങ്ങ്? അല്ല. ആ ഉമ്മയെക്കാളും അല്ല. നിങ്ങളെ പോറ്റി വളർത്തി എല്ലാം തന്ന് വളർത്തിയെടുത്ത നിങ്ങളുടെ ഉപ്പയാണോ? അല്ല. ഉമ്മയുമല്ല ഉപ്പയുമല്ല. മിസ്ല ഹുസ്നിക മാ റഅയ്ന, തങ്ങൾ ചെയ്തു തന്ന ഗുണം, ഹിദായത്തിൻ്റെ ഗുണം, നല്ല വഴി കാണിച്ചു തന്ന ഗുണം, ഈ ഗുണം തന്നവർ തങ്ങൾ ഉമ്മയെക്കാളും ഉപ്പയെക്കാളും വലുതാണ്. ഫിദാക്ക അബി വ ഉമ്മി വ റൂഹി യാ റസൂലല്ലാഹ്. എല്ലാം ഹബീബിലേക്ക് അർപ്പിക്കുകയാണ്. റസൂലുള്ളാഹിനെ വിളിക്കാതിരുന്നാൽ അവന് ഈമാനില്ല, അവന് നിസ്കാരമില്ല. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഏ നബിയെ നിങ്ങളെ മേൽ അള്ളാഹിൻ്റെ രക്ഷയുണ്ടാവട്ടെ എന്ന് തൊട്ടടുത്തിരുന്ന ആളെ വിളിക്കും പോലെ വിളിച്ചിട്ടില്ലെങ്കിൽ നിസ്കാരം പോലും സഹിയല്ല. റസൂലുള്ളാഹിൻ്റെ തൃപ്തിയാണ് എല്ലാം. ഇൻഷാ അല്ലാഹ് വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങളെല്ലാവരും കേൾക്കണമെന്ന അഭ്യർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.